പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്ത വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ നല്ല സന്തോഷത്തിന് ആമേൻ പറയുന്നതും കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ പറയുന്നതും ഒക്കെ ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും അഭിഷേകാഗ്നിയിൽ വരുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്കൊരു സമയം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് കുറേ സമയം നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മമ്മി ആണെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കും, കുഞ്ഞ് എനിക്ക് ഇഷ്ടമാണ് അല്ലേ, അല്ലെങ്കിൽ കുഞ്ഞിനോട് ഇങ്ങനെ വ്യക്തി വളരെ ഫീൽ ചെയ്യണം, വളരെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സംസാരം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാ ദിവസവും കുറേ സമയം പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞാനങ്ങയെ മാനിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് എന്നതുപോലെ എൻ്റെ കൂടെ വരണം, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ മാനിക്കാൻ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തടത്തോളം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് ഓരോ സെക്കൻഡിലും നമ്മളെ വഴി നടത്തും. സഹായകനാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ തുറന്ന് പിടിക്കാം. ഹൃദയം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കട്ടെ, ഹൃദയം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കട്ടെ. ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ചേർന്ന് പാടാവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ നിന്നെ ആരാധിക്കും, ഞാൻ എന്നും ആരാധിക്കും പോരാ ഹൃദയത്തിന് അല്പം കൂടി ഇഷ്ടത്തോടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധ. കരങ്ങൾ ഉയർത്തി റൂഹായേ, റൂഹായേ, റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ, റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ, 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 റൂഹായേ എന്നിൽ നിറയണമേ. റൂഹായെ വിളിച്ച് ആരാധിക്കുന്നു, റൂഹായേ, റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ, റൂഹായേ എന്നിൽ നിറയണമേ,
ഭാഷാവരങ്ങളുള്ളവരെ ഭാഷാവരങ്ങളെ സ്തുതിക്കുക. ആത്മാവ് സ്വതന്ത്രമായി സംസാരിക്കട്ടെ, ആത്മാവ് സ്വതന്ത്രമായി പ്രാർത്ഥിക്കട്ടെ. വലിയ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ സൗഖ്യങ്ങൾ നടക്കുകയാണ്, വലിയ ഡെലിവറൻസ് ഈ സമയത്ത് നടക്കും. ഹല 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 ഹല. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ റൂഹായുടെ വലിയ പ്രവർത്തനം നടക്കും. ഹൃദയം ഉച്ചരിക്കുന്ന സമയമാണല്ലോ ഇത്, ഹൃദയം ഉച്ചരിക്കുന്ന സമയമാണല്ലോ ഇത്. ഹല 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 ഹല. അതിനെ തുറന്ന് ശ്രദ്ധിച്ചുകൊള്ളുക, മനസ്സ് തുറന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. മറ്റാരെയും നോക്കണ്ട. നിങ്ങളായിരിക്കുന്ന മുറി, നിങ്ങളായിരിക്കുന്ന സ്ഥലം ഭൗതികീകരിക്കപ്പെടുകയാണ്. റൂഹായാൽ ഭൗതികീകരിക്കപ്പെടുകയാണ്. പൈശാചിക പണി ഒഴിഞ്ഞു പോവുകയാണ്. പൈശാചിക ശക്തികൾ വിട്ടുമാറുകയാണ്. ആത്മാവിൽ ശക്തിയാൽ അഭിഷേകത്തിന്റെ അത്ഭുതങ്ങൾ ശക്തി കെട്ടുകളെ വിടുതൽ പ്രാപിക്കുന്ന സമയമാണല്ലോ ഇത്. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. വലിയ അനുതാപത്തിന്റെ ക്രമ സംഭവത്തിന് മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകും. പൊട്ടിക്കരഞ്ഞ് അനുദപിക്കാൻ പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേകം ഇപ്പോൾ നൽകും. പരിശുദ്ധാത്മാവിന് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഇന്നെന്നെ ബലഹീനതകൾ എനിക്കുണ്ട്, ഇന്നെന്നെ കുറവുകൾ എനിക്കുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവെ, എന്നെ ഒന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവ് വിശുദ്ധിയെ നിലനിൽക്കാൻ പറ്റുന്നില്ല. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണം. പരിശുദ്ധാത്മാവെ, ചില തഴക്ക ദോഷങ്ങൾ മാറുന്നില്ല. റൂഹായെ, എന്നെ ഒന്ന് സഹായിക്കണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് വേണോ ഇത് വേണോ ഒരു കൺഫ്യൂഷനാണ്. പരിശുദ്ധാത്മാവ്, എന്നെ ഒന്ന് സഹായിക്കണമേ. പ്രിയ ദൈവമേ, നീ കണ്ണുനീരോടെ പരിശുദ്ധാത്മാവോട് പറയുക. നീ എന്തിനാ മനുഷ്യനോട് പറഞ്ഞ് മടുത്തത്? നീ എന്തിനാ മനുഷ്യനോട് പറഞ്ഞ് സമയം കളയുന്നത്? നീ എന്തിനാ മനുഷ്യന്റെ പുറകെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? നീ പരിശുദ്ധാത്മാവോട് പറയുക, നീ റൂഹായോട് പറയുക. ഹല 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 പാടി ആരാധിക്കുന്നു. റൂഹായേ നിറയണമേ, റൂഹായേ റൂഹായേ എന്നിൽ നിറയണമേ, റൂഹായേ 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 എന്നിൽ നിറയണമേ. വലിയ സ്നേഹത്തോടെ റൂഹായേ 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 എന്നിൽ നിറയണമേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എന്നോട് സംസാരിക്കണമേ പരിശുദ്ധാത്മാവേ. പിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയുമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ റൂഹായുടെ പ്രവർത്തനം ശക്തമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വ്യഗ്രത നമ്മെ നശിപ്പിക്കും. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം മാത്രമല്ല ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത്. ഒരു എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്.
അസ്വസ്ഥത, പാപം കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് അസ്വസ്ഥത. അത് നമ്മളെ നശിപ്പിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നു, ദുഃഖം അനേകരെ നശിപ്പിക്കും. ബൈബിൾ പഠിപ്പിക്കുകയാണ്, നിരാശ ഒരു മനുഷ്യനെ തകർത്ത് കളയും. അപ്പോൾ പാപം മാത്രമല്ല, വേറെ ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ പിന്നീട് വരുത്തി വയ്ക്കാം. അങ്ങനെ നമ്മളെ നശിപ്പിക്കുന്ന വലിയ ഒരു അപകടകരമായ സംഗതിയാണ്, നമുക്ക് വലിയ അപകടമില്ലാന്ന് തോന്നും, പക്ഷെ വലിയ അപകടകരമായ ഒരു സംഗതിയാണ് വ്യഗ്രത. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൻ്റെ 27-ാമത്തെ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ദൈവത്തിലേക്ക് പോകാൻ, ദൈവത്തിലേക്ക് എത്താൻ, ദൈവത്തിലേക്ക് ചേരാൻ, പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ആരാധന ചെയ്യാൻ, ഈശോയെ സ്നേഹിക്കാൻ, അങ്ങനെയുള്ള വലിയൊരു ദാഹം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ദൈവം തൻ്റെ സൃഷ്ടിയുടെ ആ സമയത്ത് തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സദാസമയം കർത്താവ് തന്നിലേക്ക് ഇങ്ങനെ മനുഷ്യനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സഭ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധം, ഈ സുദൃഢമായ ബന്ധം ചിലപ്പോൾ വിസ്മരിക്കപ്പെട്ടു പോകാം, ചിലപ്പോൾ അവഗണിക്കപ്പെട്ടു പോകാം, ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടു പോകാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് CCS 29 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുക, ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ വിസ്മരിക്കപ്പെട്ടു പോകാം, ചിലപ്പോൾ അവഗണിക്കപ്പെട്ടു പോകാം, ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടു പോകാം. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധത്തെ നശിപ്പിച്ച് കളയുന്ന കുറച്ച് ലിസ്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ 3ാമത് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് വ്യഗ്രത. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിത വ്യഗ്രത കടന്നുകൂടിയാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ ഈ വ്യഗ്രത വലിച്ച് പുറത്തോണ്ട് പോകും. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് വ്യഗ്രതയെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് കൈകാര്യം ചെയ്യണം. തുടക്കത്തിൽ തന്നെ അതിൻ്റെ നാമ്പ് മുളയ്ക്കുന്ന സമയത്ത് തന്നെ അതങ്ങോട്ട് ഒടിച്ചു കളയണം, അതങ്ങോട്ട് പറിച്ചു കളയണം. വളർന്നാൽ പറിക്കാൻ അത്ര എളുപ്പമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യഗ്രത കയറി കഴിഞ്ഞാൽ, വ്യഗ്രത വന്നാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ അല്ല ചില അപകടങ്ങൾ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചിലതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഈ വ്യഗ്രത വന്നാൽ ബൈബിൾ പഠിപ്പിക്കുകയാണ്, 1ാമത്തെ അപകടം ഇതാണ്, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ബലം കുറഞ്ഞു തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൻ്റെ ബലം പോയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും. മനസ്സിന് നല്ല ബലം വേണം, മനസ്സിന് നല്ല കട്ടി വേണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാം തിരുവചനം, Gospel of St. Luke chapter 21 verse 34. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ദൈവവചനം വെളിപ്പെടുത്തുകയാണ്, സുഖലോലപത നമ്മുടെ മനസ്സിൻ്റെ ബലം കുറച്ച് കളയും. അത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ കാരണന്മാരെ നോക്കുക, അന്ന് മിക്സി ഇല്ല, അതുകൊണ്ട് അരകല്ലിൽ വെച്ച് ഇങ്ങനെ അരയ്ക്കണം, വെള്ളം ഇങ്ങനെ വലിച്ച് കോരണം, അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളില്ല, മണിക്കൂറുകൾ നടക്കണം, ജീവജാലങ്ങളോട് പൊരുതാതെ ജീവിക്കാൻ പറ്റുകയല്ല. എന്ന് പറഞ്ഞാൽ സുഖലോലപത എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് പോലും ഇന്നത്തെ നമ്മൾ കാണുന്ന അവസ്ഥകളൊന്നുമില്ല. പക്ഷെ അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ? മനസ്സിന് നല്ല ബലമുണ്ടായിരുന്നു, ഏത് കാര്യത്തെയും നേരിടാൻ ഒരു കരുത്തുണ്ടായിരുന്നു. അടുത്ത പറയാണ്, ഒരാൾ മദ്യാസക്തിയിലേക്ക് പോയാൽ അയാളുടെ മനസ്സിൻ്റെ ബലം കുറയും. അതിനെ പറയേണ്ട ആവശ്യമില്ല.
അയാളുടെ മനസ്സിന്റെ ബലം കുറയുന്നത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് മദ്യം കുടി. സത്യത്തിൽ വീണ്ടും വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സുഖലോലപത മദ്യാസക്തി മാത്രമല്ല, ഇത് രണ്ടുമില്ല, പക്ഷേ ഉള്ളത് വ്യഗ്രതയാണ്, ജീവിത വ്യഗ്രത. ഈ ജീവിത വ്യഗ്രത വന്നാൽ മദ്യപാനിയുടെ മനസ്സിന്റെ ബലം കുറയുന്നത് പോലെ, സുഖലോലപന്റെ മനസ്സിന്റെ ബലം കുറയുന്നത് പോലെ മനസ്സിന്റെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മനസ്സിന് ബലം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും കാര്യത്തെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഏതെങ്കിലും കാര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നോക്കിയേ, എത്ര കൗശലത്തിലൂടെയാണ് പിശാച് നമ്മളെ നശിപ്പിക്കുന്നത്. ഈ ജീവിത വ്യഗ്രത ഒരാളിൽ കയറിക്കൂടിയതിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. എന്താണെന്നറിയാവോ? എപ്പോഴും ഇങ്ങനെ വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാറും. പ്രാർത്ഥിക്കാൻ സമയം, വചനം വായിക്കാൻ സമയം, ഒന്നിനു സമയം 100 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോകാനുള്ള ഒരു പ്രവണത ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും. യേശയ്യാ പ്രവചനത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ അതിന് 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 22 വേഴ്സ് 9-11. ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യമാണ്. ദാവീദിന്റെ നഗരത്തിന്റെ കോട്ടയിൽ ഏറെ പിളർപ്പ് കണ്ടു. താഴത്തെ കുളത്തിലെ ജനം നീ കെട്ടി നിർത്തി. നീ ജെറുസലേമിലെ വീടുകൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു. പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി 2 മതിലുകൾക്കിടയിലായി നീ ഒരു ജലസംഭരണി നിർമ്മിച്ചു. എന്നാൽ ഇത് ചെയ്തവന്റെ നേരെ തിരിയുകയോ പണ്ടു തന്നെ അത് ആസൂത്രണം ചെയ്തവനെ നീ പരിഗണിക്കുകയോ ചെയ്തില്ല. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസക്കിയാ രാജാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. ദാവീദിന്റെ കോട്ടയിൽ പിളർപ്പുണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ആക്കി. വലിയ ജലസംഭരണി ഒരെണ്ണം കൊണ്ട് നിർമ്മിച്ചു. പിന്നെയോ വീടുകളെല്ലാം എണ്ണി കണക്കെല്ലാം ക്ലിയർ ആക്കി. എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ കുളത്തിലെ ജലം ശേഖരിക്കാൻ വേണ്ടി വേല ജലസംഭരണി ഉണ്ടാക്കി. എന്നിട്ട് പറയാണ്, ഇതെല്ലാം നീ ചെയ്തു. രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ, പറ്റുവാണെങ്കിൽ 12 മണി 2 മണി വരെ അതുപോലെ വർക്കാണ്, അതുപോലെ കാര്യങ്ങൾ ചെയ്യാണ്. ചത്ത് കിടങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം നിനക്ക് വേണ്ടി പണ്ടേ തന്നെ ആസൂത്രണം ചെയ്ത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുക്കി വെച്ച കർത്താവിന് ഓർക്കാൻ മാത്രം സമയമില്ല. കഴിഞ്ഞ മാസത്തെ ഒരു അഭിഷേകം എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യമുണ്ട്. ദൈവമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, വ്യഗ്രത കയറുമ്പോൾ അതിന് മാത്രം നേരമില്ല. ജീവിത വ്യഗ്രത ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയാൽ മറ്റൊരു ലക്ഷണമാണ്, അതേസമയം അപകടമാണ്. എപ്പോഴും ഇങ്ങനെ പരാതി വന്നുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. അത് കുടുംബ ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും വൈദിക ജീവിതത്തിലും കമ്മ്യൂണിറ്റി ലൈഫിലും വ്യഗ്രത കയറിയാൽ പരാതികൾ വന്നുകൊണ്ടിരിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ അതിന് 40-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 40. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്ന നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം മർത്ത ഇങ്ങനെ വ്യഗ്രതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന് കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള വാക്യം നിങ്ങൾക്കറിയാം. അപ്പം മർത്ത ഈ വ്യഗ്രതയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പരാതിയാണ്. ഞാൻ തന്നെ മാത്രമേ പറയുന്നത്, ഇവരൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, ഞാനിവിടെ രാവിലെ മുതൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് അല്ലേ? എപ്പോഴും പരാതി. ഈ പരാതി വ്യഗ്രതയുണ്ടെങ്കിൽ അറിയാതെ വന്നുകൊണ്ടിരിക്കും. ബൈബിളിൽ കാണാൻ അധ്വാനിക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രത്യേക പരാതിയുടെ മൈൻഡ് വരുന്നത് കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവർക്ക് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മനസ്സിൻ്റെ ബലം കുറയുകയാണ്. അങ്ങനെ ഓരോന്ന് കയറി വരികയാണ്. ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവാണ്. പിന്നെ പരാതികൾ വരാൻ വേണ്ടി തുടങ്ങി. അവസാനം ഇതിങ്ങനെ എത്തി വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? നാലാമത്തെ ലക്ഷണമാണ് ദൈവിക കാര്യങ്ങളോട് നമുക്ക് ഒരു താല്പര്യമില്ലായ്മ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരും. ദൈവം ഒരു കീടം പോലെ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുരിശ് വരുന്ന തീരാൻ നോക്കിയിരിക്കും. പള്ളിയിലാണെങ്കിൽ അതായത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ആശീർവാദത്തിന് ആമേൻ അങ്ങ് പറയാൻ നോക്കും, പള്ളിക്ക് പുറത്തേക്കാണ് എന്ന് പറയുന്നത് പോലെയായ സ്ഥിതി.
വ്യഗ്രത കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊന്ന് കഴിഞ്ഞിട്ട് അതിനു വേണ്ടി ഇതിന് പോയി ഇങ്ങനെ വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കും. ഹോസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹോസയ ചാപ്റ്റർ 5:12. എഫ്രായിമിന് ഞാൻ കീടം പോലെയാണ്, യൂദാ ഭവനത്തിന് വ്രണം പോലെയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കീടം എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ശല്യമാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കീടം വരും, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിനെ എപ്പോഴും നമുക്കൊരു ശല്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രാർത്ഥനാ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ. ഇന്ന് ചെയ്യണമല്ലോ, എന്നാൽ പോയി പ്രാർത്ഥിക്കാം എന്ന് എല്ലാം ഒരു ശല്യം പോലെ. എൻ്റെ സഹോദരങ്ങളെ, ഇത് വൈദിക ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും ഒക്കെ വരും. മക്കബാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം, പുരോഹിതന്മാർക്ക് ബലിബിയുടെ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രത്തലകയേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കാൻ വേണ്ടി പൗരോഹിത്യ സന്യാസ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാം. ഒച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരോ പരിപാടികൾ സംബന്ധിക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, ദൈവിക കാര്യം മാറ്റിവെച്ച് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നടക്കുകയാണ്. അടുത്ത റിസൾട്ട് എന്താണെന്നറിയാവോ? 5-ാമത്തെ റിസൾട്ട്, കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തികളുടെ മുഖം നോക്കിയാൽ മനസ്സിലാകും, സന്തോഷം ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഈ വ്യഗ്രത കയറുന്തോറും സന്തോഷം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. 16-ാം സങ്കീർത്തനത്തിൽ 11-ാം തിരുവചനം, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന് പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം നിറയുമ്പോൾ മാത്രമാണ് ഹാപ്പി ആയിരിക്കാൻ പറ്റുള്ളൂ. ദൈവം നിറയുമ്പോൾ മാത്രമാണ് ജോയ്, ഹാപ്പിനെസ്. രണ്ടർത്ഥമാണ് എങ്കിൽ പോലും ആ ഒരു സന്തോഷത്തിൻ്റെ നിറവ് കിട്ടുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം കുറഞ്ഞു വന്നു വയ്ക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കുകയെ ഒരു ജീവിതത്തെ എങ്ങനെയാണ് പിശാച് വളരെ കൗശലപൂർവ്വം നശിപ്പിച്ചെന്ന് ചിന്തിച്ച് നോക്ക് സഹോദരങ്ങളെ. ദൈവിക കാര്യങ്ങൾ ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവരും, അല്ലേ? സന്തോഷം നഷ്ടപ്പെടുന്നു. ചിന്തിച്ച് നോക്കിയേ, മനസ്സിൻ്റെ ബലം കുറയുന്നു, ഒരുപാട് പരാതി. അടുത്തൊരു വലിയ പ്രശ്നമാണ് എന്താണെന്നറിയോ? മനസ്സിന് എപ്പോഴും ഇങ്ങനെ പ്ലാനിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ സമയം തീരും. അവിടെ ഇങ്ങനെ അവിടെ എഴുതി വെച്ച് ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ സമയം തീരും. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 17-18 തിരുവചനങ്ങൾ ഭോഷനായ ധനികനെക്കുറിച്ചാണ്. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യ വിഭവങ്ങൾ സംഭരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും പ്രസൻറ്റ് ജീവിക്കാൻ പറ്റിയല്ല, ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റിയല്ല. ഇങ്ങനെ ഫ്യൂച്ചർ ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തൊരു അപകടമാണ്. ഇൻസീന ജേസു എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലെവലേഷനായുള്ളൊരു പുസ്തകം ഉണ്ടല്ലോ, അതിനെ 199-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അപ്പസ്തോലന്മാരും ഈശോയും തമ്മിലുള്ള സഹവാസത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ശിഷ്യന്മാരെ കണ്ടിരുന്നത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനോ പരിപാടികൾ സംഘടിപ്പിക്കുവാനോ തന്ത്രം മെനയുവാനോ കർമ്മ പദ്ധതികൾ രൂപീകരിക്കാനോ ആയിരുന്നു എന്ന് നീ കരുതുന്നുവോ? തങ്ങൾ നേട്ടങ്ങളെന്ന് കരുതുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ലോകത്തിൻ്റെ വഴികളാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നപ്പോൾ, അവർക്കൊപ്പം വിശ്രമിച്ചപ്പോൾ ഒന്നിച്ചായിരിക്കുന്നതിലായിരുന്നു ഞങ്ങളുടെ സന്തോഷം. അവർ എനിക്ക് വേണ്ടി മാത്രം എന്നോടൊപ്പം വസിച്ചു. ഞാൻ അവർക്കൊപ്പം ആയിരുന്നതാകട്ടെ അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രവും. എന്ന് പറഞ്ഞാൽ ഈശോയും അപ്പസ്തോലന്മാരും കൂടെ പാലസ്തീനയുടെ പരിസര പ്രദേശത്ത് നടന്നിരുന്ന് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ആ സമയത്ത് ശിഷ്യന്മാരാണെങ്കിൽ കുറേ കർമ്മ പദ്ധതികൾ, പരിപാടികൾ, പ്ലാനിങ്, ഡിസ്കഷൻ ഒന്നുമല്ല, ഈശോയുടെ കൂടെ ആയിരിക്കുക. അതിലാണ് സന്തോഷം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാമത്തെ അപകടം, ജ്ഞാനം നിറയില്ല. 7-ാമത്തെ അപകടമാണ് ജ്ഞാനം നിറയില്ല. ജ്ഞാനം നിറഞ്ഞില്ല എല്ലാം പോവും.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ മാത്രമേ ജ്ഞാനം നിറയുള്ളൂ. ജ്ഞാനം നിറഞ്ഞാലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെല്ലാം ക്രമീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ജ്ഞാനം നിറഞ്ഞാണ് എല്ലാം നല്ല രീതിയിലൊന്ന് ക്രമീകരിച്ച് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നത്, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവിടെ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെല്ലാം നല്ല ക്രമവും ചിട്ടയായി പോകണമെങ്കിൽ ജ്ഞാനം വേണം. പക്ഷേ വ്യഗ്രത ഉള്ളവന് ജ്ഞാനവും കിട്ടിയാൽ എന്തൊരു കഷ്ടം ചിന്തിച്ചു നോക്കിയേ. അവൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരാം, നിങ്ങളുടെ മനസ്സിൽ ചിന്ത വരാം. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ, അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നാലും പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഒരു കമ്മിറ്റിക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കൈക്കാരൻ എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പം ഞാൻ ഒരു സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നാൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണ്ടേ. ഉറപ്പായിട്ടും വേണം സഹോദരങ്ങളെ. പഴയ നിയമത്തിൽ മോശയോട് ദൈവജനത്തെ നയിക്കാൻ വേണ്ടി കർത്താവ് ഒരു കൽപ്പന കൊടുത്തു കഴിഞ്ഞപ്പോൾ മോശയോട് ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കാനും ഈ ജനത്തിന് കൂടാരം അടിക്കാനുള്ള സ്ഥലം നിർണ്ണയിക്കാനും ഈ ജനത്തിന് വെള്ളം കൊടുക്കാനും ഈ ജനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് മോശയെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇന്ന് പറ്റുകയല്ല എന്ന് മാറണമെന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. മറിച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? ആദ്യം ദ പ്രൈം ടൈം ഈശോയ്ക്ക് കൊടുക്കണം. ആദ്യ സമയം ഈശോയ്ക്ക് കൊടുക്കണം. ഈശോയ്ക്ക് കൊടുക്കേണ്ടത് ആദ്യം അങ്ങോട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം നോർമലായിട്ട് തീരും. നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നറിയാവോ? നമ്മൾ ആദ്യം ഈ വ്യഗ്രതകൾ ചൂഴെ പലതിങ്ങനെ ചെയ്ത് പോയി കുറച്ച് സമയം പിന്നെ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ വിചാരിക്കും നടക്കില്ല. അതുകൊണ്ട് ഇതിനെ അതിജീവിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യണം. മർത്ത ചെയ്ത ഉത്തരവാദിത്തം എല്ലാം ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് കൊടുക്കേണ്ട സമയം ഈശോയ്ക്ക് അങ്ങോട്ട് കൊടുക്കണം, ബാക്കിയെല്ലാം നോർമലായി തീരും. അങ്ങനെ ബലം പിടിച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ വ്യഗ്രതകൾ അതിജീവിച്ച് ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായ നല്ലൊരു ആധ്യാത്മിക കൃപകളിലേക്ക് കർത്താവ് വളർത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതെങ്കിലും ഇതിൻ്റെ ഒരു നാമ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റി ദൈവകൃപയിലേക്ക് വരാൻ ആരാധന പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ എളിമയോടെ സ്നേഹത്തോടും കൂടി ആയിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളും അവർ യേശുവിൻ്റെ നാമത്തെ യേശു ഉറക്കെ വിളിക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് പെട്ടെന്ന് ഇടപെടുകയാണ്. ഈ സമയത്ത് കടബാധിതകൾ ക്ലേശിക്കുന്നവരുണ്ടാകാം, രോഗത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, പലവിധ പൈശാചിക പീഡകളെ ഞെരുങ്ങുന്നവരുണ്ടാകാം. ഒരുപക്ഷെ ക്ലാസ് കേട്ടതുപോലെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും, രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എന്തിതാ കയറി പോരാൻ പറ്റുന്നില്ല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, മനസ്സ് തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. പൊന്നു മക്കളെ ചങ്കുപട്ടി വിളിച്ചിട്ട് യേശുവേ, യേശുവേ.